ഇത് അമേരിക്കൻ ഞങ്ങളുടെ അങ്കിള് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ അമേരിക്കൻ അങ്കിള് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കണ്ടിരുന്ന പ്രത്യേക ഒരു വസ്ത്രധാരണമാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ഒന്നും കണ്ടിട്ടില്ല. അത്ര എടുക്ക്. ഇറച്ചിയുടെ വേഗം തുടങ്ങിയിട്ട് ഇറച്ചിക്ക് വിശന്നിട്ട് നെഞ്ചുവേദന എടുക്കുന്നു, എനിക്ക് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ സാധനം ഇല്ലേ, ഇവിടെ ചാരം ഇല്ലേ. രണ്ടുപേർക്ക് പനി പിടിച്ചു കേട്ടോ. പനി പിടിച്ചത് ചുമയാണ്, നല്ല ചുമയാണ്. ഇവളെ കഴിഞ്ഞ ദിവസം ആശുപത്രി കണ്ട്, ഇവളെ ഇന്ന് ആശുപത്രി കണ്ട്. ഓ എന്റെ അമ്മ, അത് പക്ക ഉടായിപ്പാണ് കേട്ടോ. അത് ഇതാ ഇന്നൊരാൾ ഇവിടെ ചവയ്ക്കാൻ പറഞ്ഞാടാ, കാണിക്കുന്ന ചവച്ച് കാണിക്കുന്ന അവിടെ. ഇപ്പൊ ഇതിനകത്ത് ഏതാ ചേച്ചിന്ന് നിങ്ങളൊന്നും നോക്കി. എല്ലാരും ഇപ്പൊ ചേച്ചീനെ അനിയത്തിയായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മളിപ്പോ പുറത്തു പോയാലും ഇത് അനിയത്തിയായിട്ടാണ് എല്ലാം കാണുന്നത് കേട്ടോ. നീ അനിയത്തിയാണോ ശരിക്കും? നീ അനിയത്തിയാണോ ശരിക്കും? പാര ചേച്ചിയമ്മയാണോ? പക്ഷെ എനിക്ക് ഇത് അനിയത്തിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എല്ലാരും അങ്ങനെ ചോദിക്കുമ്പോ നമ്മളും അനിയത്തിയായിട്ട് തന്നെയാണ് ഇപ്പൊ കാണുന്നത്. അല്ല പോലെ ഇത് ചേച്ചി പെണ്ണേ. ഇത് ചേച്ചി, ഇത് അനിയത്തി കേട്ടോ. അയ്യോ എന്റെ ഇപ്പം കുത്തിവെപ്പൊക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് കാര്യങ്ങൾ വന്നാലും ആയിക്ക് ആമീന്ന് വിളിച്ചിട്ട കാര്യങ്ങൾ കേട്ടോ. മോനെ ലക്ഷ്മി ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ആമി ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അതിനകത്ത് എനിക്ക് ചെറിയ കുശുമ്പുണ്ട്. നേരത്തെ എന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ആമി ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആമി ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഇന്നലെ എന്നെയാണല്ലേ നീ പറഞ്ഞേ? സത്യത്തെ ആരെയാ ഇഷ്ടം? സത്യം മാത്രം പറ. ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൂച്ചേനെയാണ്, കുഞ്ചമ്മനെയാണ്, രച്ചുട്ടിനെയാണ് ഇഷ്ടം. പറ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. തൊട്ട് മൈലാഞ്ചിക്കാരി തൊട്ട്. അപ്പൊ നമ്മുടെ ചിട്ടുമണി താണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഉടുപ്പാക്കി ഇതെല്ലാം ആമി ചേച്ചിയുടെ കുഞ്ഞിലത്തെ ഉടുപ്പാ കേട്ടോ. ഇത് കണ്ടോ കണ്ട ഈ പുറകിൽ നോക്കി. ഇച്ചിരി വലുതായി കേട്ടോ. അതായത് വലുതാന്ന് വെച്ചാൽ രോമമാണ് വളരുന്നത്. വെയിറ്റ് ചെറുതായിട്ടേ കൊടുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം 700 ഗ്രാം, അതായത് 1 കിലോ 2 കിലോ താഴെ ഉള്ളായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 10-200 ഗ്രാം കൂടെ കൂടിയിട്ടുണ്ടാവും. അവര് കുറച്ച് ദിവസം കണ്ട് ഹെയർ എല്ലാ ദിവസവും ചെയ്യണം. കണ്ണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ട് നോക്കി, നോക്കി. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ്. ഇപ്പോഴത്തെ ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ചിട്ടുമണി ഇവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. എന്താ ഞാനിങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് ഞാൻ മൊത്തം നോക്കുന്ന ഞാനാണ്. ഫുൾ കെയറിങ് ഞാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതുപോലെ തന്നെ മിക്കയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ ഫുഡൊക്കെ മാറിയായിരുന്നു. മിക്കിക്ക് ഇത്തിരി രോമം ഭയങ്കരമായിട്ട് പൊഴിയായിരുന്നു. അപ്പം ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കിയായിരുന്നു കേട്ടോ. അതുവരെ ചിറ്റാമ്മയാണ് കൊടുത്തോണ്ടിരുന്ന ഫുഡെല്ലാം, അച്ഛയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഫുഡ് മാറിയോണ്ട് ഞാനാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം മടിയിരുന്നു. അതെ, അങ്ങനെ അധികം നേരം എടുത്ത് പിടിക്കുന്ന ഇഷ്ടമില്ല. അവർക്ക് ഇങ്ങനെ മടിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നക്കിക്കൊണ്ടൊക്കെ കിടക്കണം, ചൂടടിച്ച് കിടക്കണം. കട്ടിലെ കിടക്കുന്ന കിടപ്പൊക്കെ കേട്ടോ, നല്ല രസമാണ്. അതെ, അപ്പൊ പറയാൻ വന്ന വേറൊന്നുമല്ല, നമുക്ക് BD സെന്റ് കേട്ടോ, അതായത് ബിനി ഡാനിയൽ അല്ലേ, ബിനി ഡാനിയൽ സെന്റ് എന്ന് പറയുന്ന പേജിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അത് കുറച്ച് പെർഫ്യൂംസ് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഐറ്റംസ് ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനും ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ബോഡി സെന്റ് മറ്റേ ദേഹത്ത് തൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. കോഫിയുടെ സ്മെല്ല് കറക്റ്റ്. ഞാനും ഇങ്ങനെ കോഫിയുടെ കോഫി എടുത്തു കേട്ടോ. ഭയങ്കര നമ്മുടെ പണ്ടത്തെ ഒരു മുട്ടയില്ലേ, കോഫിയുടെ അതിന്റെ ആ കറക്റ്റ് സ്മെല്ല്.
ഒന്നാമത് എനിക്ക് വേർപ്പിന്റെ ഇത്തിരി അസ്കരുതി ഉള്ളതാണ്. ഇത് ആക്ച്വലി പ്രമോഷൻ അല്ല കേട്ടോ, ഇത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നമുക്ക് പ്രിയ ചേച്ചി. പ്രിയ ചേച്ചി ഇപ്പം ഇസ്രയേലിലാണ് ആക്ച്വലി. അപ്പൊ അവിടെ ബങ്കറിനകത്താണ് സേഫ് ആയിട്ടിരിക്കുന്നത്. നമ്മള് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ചേച്ചിക്ക് വേണ്ടി, ചോദിക്കും ചേച്ചി സേഫ് ആണോന്ന്. നമ്മള് ചേച്ചിയുടെ പെരവാസത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. കാരണം ആമിച്ചനും ലച്ചൂട്ടിക്ക് ഏത് ഒക്കേഷനിലും ഇട്ടിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ചേച്ചി അയച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ ചേച്ചി നമ്മള് ഫോഴ്സ്ഫുള്ളി നിർത്തിപ്പിച്ചതാണ് കേട്ടോ. ചേച്ചി മേടിക്കില്ലെന്ന് പറഞ്ഞ് അത് നിർത്തി കഴിഞ്ഞ ശേഷമാണ് ചേച്ചിക്ക് വീട് ഇതല്ല ഇതായി. ഞാൻ പറഞ്ഞു വീട് സെറ്റ് ആകട്ടെ, അതല്ല ചേച്ചി മുന്നോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്റെ വില നമുക്ക് അറിയാം നന്നായിട്ട്. ഇപ്പൊ രണ്ടുപേർക്കും അല്ല 4 പേർക്ക്. ചേച്ചിയുടെ അനിയത്തിയുണ്ട്. അപ്പൊ ചേച്ചിക്കും ചേച്ചിയുടെ പിള്ളേർക്കും മേടിക്കണം. ഇവളുമാർക്കും ഒപ്പം, അവൾമാർക്ക് എന്താ മേടിച്ചാലും ഇവളുമാർക്കൊപ്പം മേടിക്കുവാൻ. അതെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിച്ചേട്ടോ. അപ്പം ആ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ പേജാണ്, അതായത് കടയാണ്. അപ്പം അവിടുന്ന് ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് അയച്ചു തരാം മോനെ, നല്ലതാണെങ്കിൽ ഇതൊന്ന് വീഡിയോയ്ക്കകത്ത് പറയാമെന്ന് ചോദിച്ചു. അപ്പൊ നല്ല ഐറ്റമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്പ്രേ മേടിക്കണമെങ്കിൽ, സ്പ്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഏത് അതായത് ഇത് ഫ്ലോറിക് മാജിക്, ഓരോന്നും ഓരോ സ്മെല്ലാട്ടോ. ഒരുമിച്ച് ഇങ്ങനെ സ്മെല്ല് ചെയ്യില്ലെന്ന് പറയുന്നത്. ഇത് എനിക്ക് അമ്പലത്തിൽ പോയൊരു ഫീൽ കിട്ടത് അല്ലേ? അമ്പലത്തിൽ ഒരു പോസിറ്റീവ് സ്മെല്ല് ഒരു സംഭവം ഇല്ലേ, ആ ഒരു ഇത് അടിപൊളി. ഒന്നും എല്ലാം വെച്ചാണ് കേട്ടോ. ഇതിപ്പോ എല്ലാവരും അടിച്ചിട്ട് ഇപ്പൊ ഏത് മണമാണ്. ഇത് CR7 ഇൻസ്പയർഡ് വേർഷൻ. ഇതെന്തോ CR7 ഇൻസ്പയർഡ് വേർഷൻ അങ്ങനെയാണ്. ഇത് കൂൾ വാട്ടർ ബ്ലൂ ഇൻസ്പയർഡ്. എനിക്ക് തോന്നുന്നു ഓരോ സ്പ്രേയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ആയിരിക്കും കേട്ടോ. നമുക്ക് അറിയത്തില്ല കൂടുതലായിട്ടും. അടിപൊളിയാണ്. അത് വേറെയാണോ? അത് വേറെയാണോ? പിന്നെ അത്ര നേരം നീങ്ങണ്ടോ? ഒരു ഭയങ്കര ഇതാക്കി നമ്മള് പലയിടത്ത് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഈ സ്മെല്ല് കിട്ടാറുണ്ട്. ഞാനൊരു ചലഞ്ച് ചെയ്യാം, ഓരോന്നും മണക്കാം. നീ കണ്ണടിച്ച് ഏതൊക്കെ ഇപ്പം പഠിച്ചില്ലേ? ഓക്കെ, എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മള് പേജിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴെ ഇട്ടേക്കാം. അടിപൊളി, എല്ലാം 10 ml വെച്ചിട്ടാണ് ഇതിനകത്ത്. ചെറിയ വിലക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതെ അതെ അതെ. അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ജസ്റ്റ് ചേച്ചിക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. സ്പ്രേ കാര്യങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല റേറ്റിൽ, അതായത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല അടിപൊളി സ്പ്രേ നിങ്ങളുടെ വീട്ടിലോട്ട്, സെന്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ചു തരുന്ന. സ്പ്രേ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ, ആ സെന്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി സൂപ്പറാണ്. അപ്പൊ ഇനി ചേച്ചിക്കും താങ്ക് യു. ഇനി ഒരു 5-6 മാസത്തേക്ക് സ്പ്രേ മേടിക്കണം. അത്ര പോലെ എങ്ങനെ വഴിയിൽ നിന്ന് മേടിക്കാനായിട്ടല്ലേ? അതെ അതെ. അപ്പൊ ഇതിപ്പോ കുറെ നാളത്തേക്കുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം, ബാക്കി വിശേഷങ്ങളോട്ടൊക്കെ പോവാം. വെന്തടി 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 എന്ന് പറഞ്ഞ പാട്ടോ. ചോറ് അരി വെന്തേന്ന്, വെന്തടി വെന്തടി വെന്തടി. റേഷനരിയാണ് ഈ പ്രാവശ്യം കിട്ടിയ അരി ഇച്ചിരി. റേഷനരിയാണ് ഈ പ്രാവശ്യം കിട്ടിയ അരി ഇച്ചിരി പെട്ടെന്ന് വെന്ത് വന്നില്ല. അമ്മച്ചിയുടെ അടമാങ്ങ ഇവിടെ അച്ചാറിടുന്നുണ്ട് രാവിലെ തന്നെ, കാരണം അച്ചാറെല്ലാം തീർന്നു. എന്നാ മോനെ എന്നാ പറഞ്ഞു ഇപ്പൊ ഞാൻ കേട്ടില്ല. കുഴിമന്തി മണിക്ക് ആര് പോയി ഇവിടുന്ന്? ഏതച്ച? ആ പിന്നെ ഏത് നേരം കുഴിമന്തിയുടെ വിചാരമുള്ളൂ ഇവക്ക് ഇവിടെ. അപ്പനും അവക്കൊരു കഥ പറഞ്ഞു കൊടുത്തേ ചുറ്റുമണിക്ക്. ആ ഒരിടത്തൊരിടത്ത്. ആ ഇത് അമേരിക്കൻ ഞങ്ങളുടെ അങ്കിള് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അമേരിക്കൻ അങ്കിള് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കണ്ടിട്ട് പ്രത്യേക ഒരു വസ്ത്രധാരണമാണ് കേട്ടോ ഇത്. അപ്പൊ എവിടുന്നോ നിക്കറൊക്കെ പോയി വരും. ഞായറാഴ്ച സ്ഥിരം ഇപ്പൊ അടുപ്പിച്ചുള്ള പരിപാടിയാണ് ചക്ക വെട്ടൽ. പിന്നെ ഇന്നത്തെ ചക്കയ്ക്ക് ഇന്നത്തെ ചക്കയ്ക്ക് ഇത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇടുക്കി നിങ്ങൾക്ക് ചക്ക നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആമയുടെ അത്ര ഉണ്ടല്ലേ? എന്റെ നെയ്ത് നോക്കിക്കേ, എന്റെ അരപ്പൊക്കെ ഉണ്ട്. മോനെ ഇത് എവിടുത്തെ ചക്കയാന്നറിയാവോ? മോന്റെ
ഓന്റെ അച്ചിച്ചേട്ടയുടെ അമ്പാടിച്ചേട്ടയുടെ വീട്ടിലത്തെയാ. ആ അച്ഛേ അത് മുകളിൽ നിന്നാ വീണതാ. നേരെ കമ്പ് തറച്ചേറി പറിക്കാൻ ചേട്ടൻ പൊക്കിയെടുക്കാൻ നോക്കിയാ പക്ഷെ വരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് വെച്ച് മുറിക്കാം, അതായിരിക്കും നല്ലത്. ഒരു ബാക്കി പഴുക്കാൻ വെച്ചാൽ പഴുത്തത് എന്തായാലും എനിക്ക് വേണം. പഴുത്തത് എന്തായാലും വേണം. അറിയത്തില്ല, ഞാൻ ഇങ്ങനെ ചക്ക ആദ്യമായിട്ട് കാണാം. അച്ഛൻ ഇങ്ങനെ ചക്ക കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ, നമ്മളിവിടെ ഒന്നും കണ്ടിട്ടില്ല. ആ അത്ര എടുക്ക്. പഴുത്തില്ലോ, ഞങ്ങൾ കുത്തി നോക്കിയെന്നല്ലോ ചേട്ടൻ. കൂഴയാച്ചേ, അതാ ഇത്ര ഇറങ്ങിപ്പോന്നുണ്ടോ? ചുളക്കരുതല്ലോ. നിങ്ങളുടെ വീഡിയോ എടുക്കണോ? ചുറ്റുമണിന് താഴെ വീടല്ലേ, വെള്ളമുണ്ട്. പഴുത്തോ? കൂഴയാട്ടോ. അയ്യോ, മോന്റെ അച്ചുച്ചോട്ടായി ആണോ? ചാക്ക കയറ്റടേ, ഞാൻ കയറ്റണേ. അച്ചുച്ചോട്ടേനെ വിളിക്കുവാണോ? അമ്പിളിയമ്മേന്ന് വിളിച്ച്, അമ്പിളിയപ്പേന്ന് വിളിച്ചൊന്ന്. അമ്പിളി ടീച്ചർ, ഞങ്ങൾ അമ്പിളി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് അമ്പിളി ടീച്ചറാ കേട്ടോ. അച്ചുച്ചേട്ടാ, അമ്പാടി ചേട്ടാ എന്ന് വിളിച്ച്. അമ്പാടി ചേട്ടാ. സ്കൂളിൽ പോയോന്ന് ചോദിച്ചേ. ആ എപ്പോഴാ വരുന്നേ? ആ സുഖാണോ? എന്നെ തിരക്കും കൊച്ചായോ? ആ അപ്പൊ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ആയിഷി അമൽ, ചെസ്റ്റ് നമ്പർ 1. എന്താ കൊട്ടോടുകൂടി വേണം അവർക്ക്. ചെസ്റ്റ് നമ്പർ 1 ആ അവതരിപ്പിച്ചു. ഇന്നെന്താ കഥയാണോ അതോ കഥാപ്രസംഗമാണോ അതോ കവിതയാണോ അതോ പാട്ടാണോ? കവിത. അന്നൊരു കവിത പാട്. എന്റെ മുടി ഇട്ടൊഴിച്ചും പിന്നെ ബാക്കി എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. കുമാരിയമ്മ സ്കൂളിൽ പഠിച്ച പാട്ട് അമ്മ എങ്ങനെ ഓർത്തിരിക്കാണ്. കുമാരിയമ്മ ഓടിപ്പോയി ലൈൻ ചോദിച്ചിട്ട് ഓടിവാ. എങ്ങനെയായിരുന്നു അമ്മേന്ന് ചോദിച്ചിട്ട് ഓടിവാ. പക്ഷെ എനിക്ക് പോകുന്ന നല്ല കോഴിയാന്ന് തോന്നുന്നു. വേവിക്കാൻ പറ്റുമോ? ചിറ്റാമ്മയോട് ചോദിക്കും. മഴ ചിറ്റാമ്മനെ കുളിച്ചോന്ന് മോനെ. ചിറ്റാമ്മടിക്ക് വരാൻ പറഞ്ഞു, ചക്കയൊന്ന് നോക്കാനെന്ന് പറ. ഇത് കണ്ടോ, എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അരിയേ വേണ്ടെന്ന് തോന്നുന്നു, നേരെ ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു. അയ്യോ പാവം, ബീഫ് മേടിക്കാൻ പോയേക്കും. അപ്പു ചക്ക ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോയേക്കുവാ. മധുരം ഉണ്ടോ നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ. വെള്ളം ഇറങ്ങിയാന്ന് തോന്നല്ലേ. അമ്മേ കൂഴയാമ്മ, കൂഴയാന്ന് അമ്മ പറഞ്ഞായിരുന്നേ. കൂഴയാ വല്ല വലിഞ്ഞു ഇതാവുന്നു. മധുരം ഉണ്ടോ? വെള്ളം ഇറങ്ങിയല്ലേ. അട ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റേത് ഞങ്ങള് പറഞ്ഞു കോഴിയാണ്ട് തിന്നണമെന്ന് പറഞ്ഞിട്ട് അവക്കൊരു പ്രശ്നമില്ല, അവളത് തിന്നുന്നുണ്ട്. എനിക്കത് ഇഷ്ടമായി. മഴ സമയം ഇച്ചിരി തിന്നാൻ മതി കേട്ടോ. ഇച്ചിരി എന്നിട്ട് ഉപ്പ് തിന്നിട്ട് കയറി പോകണം കേട്ടോ. കുറച്ച് തിന്നാൻ മതിയേ. ഓക്കെ ആണോ? ഇതൊരു വിധവും പറ്റത്തില്ല. കുരു നല്ല കുരുവാന്ന് തോന്നുന്നു കണ്ടിട്ട്. അവരും അങ്ങനെ വിചാരിച്ചിരുന്നു. ചേട്ടനും പറഞ്ഞായിരുന്നു വരിക്കാന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു കൂഴയാന്ന്. പിന്നെ ഒരു പ്രാവശ്യം കണ്ട് തനിയെ വീണപ്പം അങ്ങനെ ചെറുതങ്ങാണ്ട് അവരിട്ടായിരുന്നു. അപ്പം കണ്ടിട്ട് അപ്പം ചേട്ടൻ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ഇട്ടിട്ടാന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു അമ്മയ്ക്കെന്ന് പറഞ്ഞു കൂഴയാന്ന്. എന്താ മോനെ? ഇത്രയും വലിയ വെക്കും അല്ലേ. ഇതിലും വലുതാ മേളിൽ കിടക്കുന്നേ. ഇതിലും വലുതും മേളിൽ കിടക്കുക. ഞെക്കല്ലേ, ഇന്ന് തിന്നോ. എച്ചുമോൻ അവിടെ എന്നാ കാണിക്കുന്നേ? ചിറ്റാമോ മാങ്ങ. ഇത് മാങ്ങ, അവക്ക് ഇത് മാങ്ങ. എച്ചുന് മോനെ ഏറ്റാമോ കൂഴയാ. പരുവം നോക്ക്.
ഞങ്ങൾ കണ്ടില്ല അവള് തിന്നോണ്ടി. മതി മതി, കഴിഞ്ഞു. ചക്ക വെച്ചൊരു പാട്ട് പാടിക്ക്, അങ്ങനാണല്ലോ പതിവ്. ആ, ഒരു ചക്കപ്പാട്ട്. എടോ പാടറോ. പോട്ടെ, ലൈൻ ഉണ്ടാക്ക്, പെട്ടെന്നുണ്ടാക്ക്. ചക്കത്തിന്നു മാമിക്കുട്ടൻ. മള്ളാഞ്ചിയോ? ആറ് കയ്യിലിടണ്ടേ? മല്ലാഞ്ചി ആറ് കയ്യിലിടണ്ടേ? ആണോ? എങ്ങനെയാ മല്ലാഞ്ചി ഇടുന്നേ? അമ്മച്ചീച്ചിയുടെ കയ്യിലിട്ട് കൊടുക്ക അല്ലേ? നിങ്ങളെ ഇതാണോ അറയ്ക്കൽ ഐഷ? ആ കണ്ണ് കണ്ടാ പറയില്ല, അറയ്ക്കൽ ഐഷയുടെ കണ്ണാണല്ലോ. നോക്കട്ടെ, കണ്ണെന്ന് കാണിച്ചു നോക്കട്ടെ. അയ്യോ, പിള്ളേരിടാൻ പറ്റത്തില്ല, പിള്ളേരതിനുള്ള പ്രായമായിട്ടില്ല. പിള്ളേരൊരു 18 വയസ്സാവണം മൈലാഞ്ചി. ആരാണ്ട് കഥ നോക്കുന്നുണ്ട്. ആരാന്ന് ചോദിച്ചേ? ഹൂ അറിയുന്നു ചോദിക്കും. ഹൂ അറിയുന്നു ചോദിക്കും. ഹവാറിയല്ലോ, ഹൂ അറിയും. അപ്പോച്ചിയാ എന്നാ അമ്മേ? അവച്ചേച്ചി ചിറാപ്പുഞ്ചി പാടുന്നു, ട്രെൻഡിങ് സോങ് ഒക്കെ പാടുന്നു. മോനൊന്ന് പാടിക്കേ ചിറാപ്പുഞ്ചി. നിലാവഞ്ചി തുഴഞ്ഞെത്ത്. അങ്ങനെ ഒന്ന് പാടാം. നിലാവഞ്ചി അതൊന്ന് കൊടുക്കാവോ നമുക്ക്? മോൻ അവൾ ഇട്ട് വന്നേല്ലേ രാവിലെ പോകാൻ നേരത്തെ. ഓ, നല്ല ശബന്തിരിയായി. ഒരു ഉമ്മ കൊടുക്ക ചേച്ചിക്ക്. ഒരു താങ്ക് യു പറ ചേച്ചിയുടെ അടുത്ത്. ചേച്ചി തന്നേന്. ചേച്ചിക്കുട്ടാ ഒരു താങ്ക് യു പറ. അന്ത ചേച്ചിക്കൂടെ താങ്ക് യു പറയുന്നു. ഓ, ഒരു ഉമ്മയും കൊടുക്കും. ചേച്ചിമോന് നല്ലൊരു പാട്ട് പാടിക്കൊടുത്തു. ഒരു കഥ പറഞ്ഞു തന്നെ അമ്മയ്ക്ക്, നല്ലൊരു കഥ. ഒരിടത്തൊരിടത്ത് പറ. ആ, ഒരു കരടി ഉണ്ടായിരുന്നോ? ആ ആ, പട്ടിയും കുറുക്കനും പാമ്പും സിംഹവും പുലിയും. അമ്മേനെ പുലിക്ക് പേടിയുണ്ടോന്നോ? അമ്മേനെ പുലിക്ക് പേടിയുണ്ടോന്നോ? ആ, അമ്മേനെ ചിലപ്പോ പുലിക്ക് പേടിയാണുമായിരുന്നു, കാണുമായിരിക്കും. ഇവിടുത്തെ പുലിയില്ലേ, അപ്പു പുലിക്ക് പേടിയുണ്ട് ചെറിയ എന്നെ. പുലിസിംഗോ ഞാൻ കഥ കഴിഞ്ഞു. ഇത്രയല്ലല്ലോ ആന ഉറുമ്പിൻ്റെയും കഥ. ആന ഉറുമ്പും കൂട്ടുകാരായിരുന്നു. അവരിങ്ങനെ നടന്ന് കാട്ടിക്കൂടെ പോയപ്പോ ഞാൻ മണ്ണാങ്കട്ടയുടെയും കരിയല്ലേടും കഥ പറ. മണ്ണാങ്കട്ടയും കരിയല്ലേ കൂട്ടുകാരായിരുന്നു. ആ, എന്നാ പറ. ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയേക്കോ? ഓറഞ്ച് മേടിക്കാൻ പോവായിരുന്നു. അപ്പം കാറയിലോ അവന്റെ അമ്മയും അവന്റെ അച്ഛനും കൂട്ടുകാരാണ് പോകുന്നത്. ആ പിള്ളേരാണ് കാറാണ് ഓടിച്ചോണ്ടാണ്. അപ്പോൾ അവൾ തല്ലപ്പെട്ടി എല്ലാം ചോടുന്നു. അമ്മ കണ്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ മണ്ണാങ്കട്ടയും കരിയിലേയും കാറ്റത്തും മഴയത്തും പോയ കാര്യമാണ് ഞാൻ ഈ കഥ പറയാൻ പറഞ്ഞു. ഇത് ഏത് കഥ? ആ, കൊള്ളാം, എന്തായാലും കൊള്ളാം. അത്രേ ഊച്ചൊക്കെ എന്നാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ. കല്യാണത്തിന് പോയി.
ആ കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം ഇയാള് പറയുന്ന എല്ലാം ഈ ഏച്ചുമോനും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നന്നായിട്ട് കഥ പറഞ്ഞാലല്ലേ സാറ് ഒട്ടിച്ചേരുന്നേ. നല്ലൊരു സുന്ദരം കഥ പറഞ്ഞേ. മള്ളാച്ചി ഇട്ട് തരണോ? എന്നാ മോനൊരു കഥ പറഞ്ഞേ. ഒരുവത്ത് മേനെങ്കി ഒരു കഥ പറ. ഒരുവത്ത് വലിയ കൊഞ്ചൊക്കെ വേണം. ഇട്ട് തരാം, അവിടെ ഇരിക്കും. എന്നെ ഏച്ചുമോൻ ഇട്ട് കൊടുക്കട്ടെ മോനെ. അമ്മ ലച്ചുവിനും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാ. മൈലാഞ്ചി ഇടണ്ടേ? ഇടാ. ഓക്കെ, റെഡിയാണോ? കപ്പ ബിരിയാണി വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി കപ്പോസിപ്പോൾ പോയി എല്ലാം ബീഫോടെ മേടിച്ചു വന്നിട്ടുണ്ട്. ഞാനത് മസാല എല്ലാം വരട്ടി വെക്കാൻ പോവാ. വെക്കുന്നതിന് മുന്നേ കാണിക്കാൻ ചെറുക്കം വീഡിയോ എടുക്കാൻ നിന്ന്. അപ്പോൾ അപ്പൂസിനെ അപ്പുറത്തെ അമ്മ വിളിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ നല്ല ബീഫ് ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത് മൂരി എങ്ങാണ്ടായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. ബീഫ് മേടിച്ചിട്ടേ ബീഫല്ലായിരുന്നല്ലോ. അപ്പോൾ ആരും കഴിച്ചില്ലായിരുന്നു. ഇച്ചിരി അവിടെ നിന്നൊക്കെ ഇച്ചിരി ചാറ് മാത്രം കൂടി കഴിച്ചുള്ളൂ. വെച്ചിട്ടൊന്നും കൊള്ളത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം നല്ല ചുമന്ന ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ കൊതി വീഴുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തൊരു വിഷമമുണ്ട്. ഞാൻ ഞായറാഴ്ച എപ്പോഴും ബീഫ് അല്ലെങ്കിൽ ചിക്കനും മേടിക്കുന്ന. പിന്നെ ഇടയ്ക്ക് മിക്കുള്ളതുകൊണ്ട് പിന്നെ ദിവസങ്ങളിലും ചിക്കൻ മേടിക്കും തീരുമ്പോൾ. അപ്പം ഇതിപ്പോൾ ഞാൻ മസാലപ്പൊടി, അതായത് അമ്മ ഇപ്പം ഞാനിങ്ങനെ പൊടി ചൂടാക്കിയിട്ടല്ലേ ഇടുന്നത്, അല്ലാതെ ഇടും. എന്നിട്ട് പിന്നെ അല്ലാതെ ചൂടാക്കി രണ്ടാമത് എടുത്തുള്ളൂ. അമ്മ ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ബീഫ് മസാലയും ചൂടാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ ചൂടാക്കിയിട്ട് വെച്ചതാ. എന്നിട്ട് ഞാനതിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് ബീഫ് മസാലയും കൂടെ കുറച്ചിട്ടിട്ട് ഇച്ചിരി കരിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ കേട്ടോ. ഇതിനി വെന്ത് വരട്ടെ. ഒരു 6 ഫീസിൽ എടുപ്പിക്കാം. നീ വീഡിയോ എടുക്കാൻ നിന്നാ നീ പോയെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നി എന്തെങ്കിലും പറ്റില്ല. റെഡിയായോ? അതിനെ പറ്റിയാണ് പോയെന്ന്. എന്നാ പിടി, ഞാൻ ഇളക്കട്ടെ. ഞാൻ ഒരു കൈ വെച്ച് ഇതൊന്ന് പിടിച്ചേ ഇളക്കട്ടെ. വേറെ കിട്ടില്ല. എന്തോ വേറെക്ക് മുറിക്കാൻ ഇപ്പൊ ഇട്ടാറുള്ളത്. അമ്മ മടക്കി വെച്ചേക്കോ, അവിടെ എടുക്കണ്ട. ഇന്ന് ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോയത് കപ്പ ബിരിയാണിയിലോട്ട് പോകാണ്. നല്ല പണി. അതായത് എനിക്ക് വിഷമം എന്നാന്ന് വെച്ചാൽ അളീന് അത്രയും കഷ്ടപ്പെട്ട് അത്രയും ചുമന്ന് ഞാനത് എടുക്കാൻ തുടങ്ങിയിട്ട് അളി സമ്മതിച്ചേ ഇല്ല. അപ്പൊ അത്രയും ചുമന്ന് കയറ്റി വണ്ടി വെച്ച് വന്നിട്ട് അത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ. നല്ല ബീഫ് കുറെ നാൾ കൂടി കിട്ടിയതാണ്. ഇവിടെ ബീഫ് കിട്ടാൻ ഇത്തിരി പാടാ. അവരിപ്പോർക്കും ഒരു 2 കപ്പിലോളം വെള്ളം ഞാൻ വിഴുങ്ങി ഇതിളക്കിയപ്പോ. ഇപ്പൊ നീ 2 കപ്പിൽ വിഴുങ്ങി. ഇനി ഇത് വെന്തേരും. എന്ത് മോനെ ആച്ച എപ്പോഴും എടുത്തോണ്ടിരിക്കണോടാ നിന്നെ? ഇപ്പൊ ഈ പനി വന്നു കഴിഞ്ഞാൽ 2നെ എടുത്തോണ്ട് നടക്കണം. എടുക്കാം ഇപ്പൊ എടുക്കാം. എടുക്കാം നിക്ക്. മോനെ നോക്കട്ടെ കേടുണ്ടോന്ന്. ഒന്ന് കേടുണ്ടോ നോക്കിയാടി, പൊറിച്ച് നോക്കിയാടി. അച്ഛന് ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് കണ്ട് ഇവിടാണ് കേട്ടോ വെച്ചത്. കാരണം ഇവിടെ സേഫ് ആയിരിക്കത്തുള്ളൂ. ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, ഇവളുമാരെടുക്കും. എൻ്റെ 2 പൊന്നവൻ. ആകെ ഒരു പൊന്നവനേ ഉള്ളൂ, പക്ഷെ 2 ടൈപ്പ് സ്റ്റാച്ചു, 2 കളർ. ഇതാരത്? അരത്. ഇതിവിടെ ഞാൻ ഈ ഡ്രോയി ഓരോ ഡ്രോയി ഞാൻ തന്നെ കേട്ടോ ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് ഓരോരുത്തരും ഓരോ സാധനം എടുക്കുന്നത്. പക്ഷെ ഞാനെടുത്ത സാധനം എടുത്തിട്ട് വെക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ദേഷ്യം മാറ്റി അടുക്കി വെക്കുന്നില്ല, മാറ്റി പിന്നെ മേളി ഇങ്ങനെ വെച്ചത്. അത് പിന്നെ വിഷു ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് കണ്ണനെ എടുക്കത്തുള്ളൂ. അങ്ങോട്ടാണോ തനിയെയോ? ആമി അമ്മ ഉറക്കിയോ? അമ്മ പോടാ. തലമുത്തി കിടന്ന് നടക്കുന്നു. അതിനടക്ക് വരുന്നു ഇവിടെ തന്നെ. അല്ല ഞാൻ അവിടുത്തെ അച്ഛനോട് വന്നു, എന്റെ അടുത്ത് ഇരിപ്പില്ലായിരുന്നല്ലോ. ഞാൻ അച്ഛനോട് വന്നിരിക്കുവോ? എന്നാലും ഇങ്ങനെ ഇവിടെ കയറി വന്നങ്ങനെ നടക്കാറില്ല കേട്ടോ. അതെനിക്ക് അലുമ്പത്. ഞാൻ അവിടുത്തെ ഇവിടെ എന്തൊരു വീട് കാണിച്ചിട്ട് കിടന്ന് കിടക്കും. പാവുണ്ട് കിടപ്പ് പോയി. ഇവിടെ ഇറച്ചി മേടിക്കാൻ പോയാൽ വരാതെ വിറച്ചിയാവുന്നില്ലേ ആ സംഭവം. ഇറച്ചിയുടെ വേഗം തുടങ്ങിയിട്ട് വിശന്നിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. എനിക്ക് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാം.
ഞാൻ ഇപ്പൊ അമ്മയോട് വന്ന് വെന്തോന്നു അപ്പൊ വെന്ത് എന്തായാലും കേട്ടോ. വന്തല്ല വെന്ത് ഇളക്കുന്ന സാധനം ഇല്ല. അത് ഇവിടെ ഇളക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഈ കുഞ്ചൂസ് വീട് മാറുമ്പോ ഓരോ സാധനം കളയും. അങ്ങനെ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. എവിടെ ഇരുമണി ഇവര് ഈ അമ്മയും മോളും പറഞ്ഞു നീ ചുറ്റാൻ പറഞ്ഞ ഞാൻ എല്ലായിടത്തും കളയുന്നത്. അമ്മ അത് ഏറ്റി പറഞ്ഞുകൊണ്ട് അപ്പൂസ് പറഞ്ഞ് ഏറ്റി പറയുന്നത്. എന്നാ പിന്നെ സാധനം ഒക്കെ കൊണ്ട് വെച്ചവരെ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കത്തില്ല. പിന്നെ ചിറ്റാമ അത് അത്ര സാധനങ്ങളെല്ലാം പുറക്കെടുക്കൊക്കെ പാടാ. ഞാനാകുമ്പോ എല്ലാം സോർട്ട് ചെയ്ത് ഒരേപോലെ കൊണ്ട് എനിക്ക് വയ്യ വെള്ളം അത് ഇങ്ങോട്ട് കേട്ടോ. അമ്മ കുറച്ച് അരപ്പുണ്ടാക്കുന്നുണ്ട്. ഇത് ആദ്യം നമുക്ക് കപ്പ ബിരിയാണി കേട്ടോ. ഈ കപ്പ ബിരിയാണി രാഹുൽ കെയർ വന്നിട്ടുണ്ട്. അമീസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് ചേട്ടനെ കണ്ട ഉറങ്ങി കേട്ടായി. എനിക്ക് ആദ്യം ഇളക്കിയത് ഇങ്ങനെ നന്നാക്കാവും. ഞാൻ നന്നായി പോയേക്കായിരുന്നു. ചൂടാണ് അമ്മ. ഇങ്ങനെ ഇത് ഇളക്കുന്നല്ലേ? അല്ലടി ഒന്നിച്ചിട്ട് ഇളക്കണേ. ഞാൻ ബീഫ് കുറവായോണ്ടേ നീ എടുത്തു വെച്ചത് കുറവായോണ്ട്. കുറവാണോ? ഇത്രയും പോരാ. ശരി അച്ഛന് മാറ്റി വെക്കണോ അമ്മേ? കുഞ്ഞിന്റെ അവരക്കകത്ത് തിന്നില്ല. പനി ആയോണ്ടാണ് അല്ലെങ്കിൽ കപ്പ ചോദിച്ചത്. ഓ ആവി നിങ്ങളെല്ലാം അവിടെ ഇരുന്ന് കൊതി വിട്ടോ. പ്രവാസികളോട് പ്രത്യേകിച്ച് കുഞ്ഞു എല്ലാം കിട്ടും അവിടെ. ഇപ്പൊ എല്ലാം വാവ പറഞ്ഞു. അവിടെ വാവക്ക് എപ്പോഴും അവിടെ ചിക്കണെന്ന് പറഞ്ഞു. വാവ ഇന്ന് ചിക്കൻ അല്ലേ വെക്കുന്നേ? ഭയങ്കര ചിക്കന്റെ ഭയങ്കര പരീക്ഷണങ്ങളാ വാവ അവിടെ. മറ്റേ റമ്പട്ട ഒന്നിച്ചിട്ട് ഇളക്കാടി. ഇതാകുമ്പോ എനിക്ക് ആണെങ്കിൽ തൊണ്ടവേനാണ്. ഇതെങ്ങനെ തിന്നുന്നു? ഒരാടെ എണ്ണാൻ കുറയ്ക്കല്ലേ? പെട്ടെന്ന് ഒരു സവോള അരിഞ്ഞോടി. ഷാപ്പിൽ നിന്നെ കൊണ്ടാട്ടത്. ആ നല്ല കപ്പ ബിരിയാണി റെഡി. ഇതെല്ലാം പഠിച്ചോണ്ട് വന്നെന്നാണ് പറയുന്നത്. ഇല്ല ഇവൻ ജനിച്ചപ്പോ തൊട്ട് കണ്ടു കളന്നല്ലേ. ചേട്ടായിക്കാണതേ. എനിക്കാണ് ഇത്ര ഇത്ര നിന്നണല്ലോ. ഷെഫ് വിളമ്പിയും തരുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം. മതി ഇച്ചിരി മതി. എനിക്കിടല്ലേ ചേച്ചി? ഇങ്ങനെ സവാള ആക്കിയിട്ട് പിന്നെ അവിടെ നമ്മള് കുട്ടിക്കാനത്ത് കയറുമ്പോ അല്ല ഏലപ്പാറ കയറുമ്പോഴേ മുട്ട മറ്റേ ഇങ്ങനെ ഇട്ട് ഇളക്കിയിട്ടല്ലേ? ആ ഇതിൻ്റെ കൂടെ മുട്ട ഇളക്കുന്ന ഹോട്ടലുകളും ഉണ്ട്. എനിക്ക് വയ്യ. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒന്ന് കഴിഞ്ഞു ഡെക്കറേഷൻ കഴിഞ്ഞാ പിന്നെ സവാള മാത്രം തിന്നാ പോലെ. നീ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് തിന്നെ. എനിക്ക് വിശന്ന് കണ്ടാ തുടങ്ങി. എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സവാള മണം ഒന്നും എനിക്കിഷ്ടം. അങ്ങനെ ഉണ്ടോ പിന്നെ പറയാൻ വളർന്നല്ലോ. ഉപ്പൊക്കെ ഉണ്ടോ? ആ കൊള്ളാട്ടോ. ഇച്ചിരി എരിവ് വേണം തോന്നുന്നു. എനിക്ക് ഇച്ചിരി എരിവ് വേണം. അടിപൊളി.